وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. ബഹുമാനരായ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവാഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 അടിത്തറകൾ അടിസ്ഥാനപരമായി ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഫറളായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിലൊന്നാമത്തേത് മഅരിഫത്തുൽ അബ്ദ റബ്ബഹു. ഒരടിമ തന്റെ സ്രഷ്ടാവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നതാണ്. രണ്ടാമത്തേത് മഅരിഫത്തുൽ അബ്ദ ദീനഹു. ഒരടിമ തന്റെ ദീൻ എന്താണെന്ന് ആഴത്തിൽ പഠിക്കേണ്ടതും നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തെ അസ്ല്, അടിത്തറ എന്ന് പറയുന്നത് മഅരിഫത്തുൽ അബ്ദ നബിയഹു. ഒരു ദാസൻ തന്റെ പ്രവാചകനെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇസ്ലാം നമ്മളെ തെര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോ ഉള്ളത് സഫർ മാസത്തിന്റെ അവസാനത്തിലാണ്. 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് റബീഉൽ അവ്വൽ മാസം പിറക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ
ഏതെങ്കിലും നിരക്കുള്ള മാഹാത്മ്യമോ ഒന്നും ഇസ്ലാമിൽ നമുക്ക് എവിടെയും വായിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ മാസത്തിൽ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നതും ജനിച്ചതും ഈ ഭൂമി ലോകത്ത് ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ചതും ഈ ഒരു മാസത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാന്ദർഭികമായിട്ട് നമ്മുടെ നബിയെ കുറിച്ച്, നമ്മുടെ നേതാവിനെ കുറിച്ച് നമ്മുടെ മെമ്പറുകളിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഈ അസ്ല്, അതിലേക്ക് നമുക്ക് അല്പമെങ്കിലും ഒക്കെ കടന്നു വരാൻ സാധിക്കും. ഖുർആൻ നമ്മളോട് ഉണർത്തിയത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, പ്രവാചകനെ താങ്കളെ നമ്മൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിച്ച പ്രവാചകനാണ് താങ്കൾ. താങ്കൾ നിയോഗിക്കപ്പെട്ടത് മുതൽ ലോകത്തിന്റെ അവസാനം വരെ എത്ര കാലമാണോ ഈ ലോകം നിലനിൽക്കുന്നത് അത്രയും കാലത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യപദങ്ങൾക്കുമുള്ള പ്രവാചകനാകുന്നു താങ്കൾ എന്ന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. എന്തിനാണ് അങ്ങനെ നിയോഗിച്ചതെന്ന് പിന്നെ ഖുർആൻ പറയുന്നത് ബശീറൻ വനദീറൻ, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത സുവിശേഷം അറിയിക്കാനും നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പറഞ്ഞു തരുവാനുമാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷെ അധികം മനുഷ്യരും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്, അവർ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് എന്ന് ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം മതമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന, അനുധാവനം ചെയ്യുന്ന വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് നമ്മൾ ഇന്റർനെറ്റ് എടുത്ത് ഗൂഗിൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വ്യക്തി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നവരുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടി, തൂലിക കൊണ്ട് എഴുതാനും നാവ് കൊണ്ട് പ്രസംഗിക്കുവാനും ഒക്കെ വേണ്ടി സെർച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്ത പല ആളുകളും പതുക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ അവര് ആ പ്രവാചകന്റെ അനുയായിയായി മാറിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി എല്ലാം എത്തിച്ചു തന്നു. അവിടുത്തെ മുഴുവൻ ഉത്തരവാദിത്വവും അമാനത്തും പൂർത്തീകരിച്ചു. സൂറത്തു നജ്മിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു വന്നജ്മു ഇദാ ഹവ മാ വല്ല സാഹിബുക്കും വമാ ഗവ ഇൻ ഹുവ ഇല്ലാ വഹയും യൂഹാ അല്ലമഹു ശദീദുൽ ഖുവ. സൂറത്തു നജ്മിന്റെ ആദ്യത്തിൽ അല്ലാഹു ഉണർത്തുന്നത് നക്ഷത്രത്തെയാണ്. നക്ഷത്രത്തെ പിടിച്ചിട്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. ആ നക്ഷത്രം അത് അസ്തമിച്ചാൽ, കെട്ടുപോയാൽ, രാത്രിയിൽ ഉദിക്കുന്ന നക്ഷത്രം അത് പ്രഭാതമാകുമ്പോഴത്തേന് അത് കെട്ടുപോകുന്നു. അങ്ങനെ കെട്ടുപോയാൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു മാ വല്ല സ്വാഹിബക്കും വമാ ഗവ, നിന്റെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടില്ല. പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ ഒരിക്കലും വഴിതെറ്റിപ്പോയിട്ടില്ല, ദുർമാർഗത്തിലുമായിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹയും യൂഹ, അവിടുന്ന് ഏതൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. മതത്തിന്റെ വിഷയങ്ങൾ മുഴുവൻ അവിടുന്ന് സംസാരിച്ചത് വഹിയിലൂടെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു കൊടുത്തയച്ചിട്ടുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ. ആരാണ് അത് എത്തിച്ചത്? അല്ലമഹു ശദീദുൽ ഖുവ, ഈ വഹി എത്തിച്ചത് ശക്തവാനായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ അല്ലാഹു നക്ഷത്രത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു. നക്ഷത്രം എന്ന് പറയുന്നത് ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾക്ക് വലിയ ഉപകാരമായിരുന്നു നക്ഷത്രങ്ങൾ. അറ്റം കാണാത്ത മരുഭൂമിയിലൂടെ രാത്രിയിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ നക്ഷത്രത്തിന്റെ വെളിച്ചം വളരെ മുതൽക്കൂട്ടായിരുന്നു. നടുക്കടലിലൂടെ, ആഴക്കടലിന്റെ നടുക്കടത്തിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പായക്കപ്പലുകൾക്കും മറ്റും ഈ നക്ഷത്രങ്ങൾ വളരെ പ്രഭ ചൊരിയുന്നതായിരുന്നു. ഇതിന് സമാനമായി ഇതിനോട് ഉപമിച്ചുകൊണ്ട് പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ലോകത്തിന് വെളിച്ചമായിട്ട് മാറി. ലോകത്തിന് മുഴുവൻ പ്രകാശമായിട്ട് കത്തി അമർന്നിട്ടുള്ള വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ താങ്കളെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായിട്ടാണ്. ആ കാരുണ്യം 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിതത്തിലും
അതിന്റെ മുമ്പുള്ള 40 വയസ്സ് വരെയുള്ള കാലയളവിലും ഈ കാരുണ്യത്തെ അനുഭവിച്ചവരായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ. ഇന്നും ആ കാരുണ്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പടച്ചു പോകും, നമ്മുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു പോകും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുമ്പോൾ അന്നഹു ഖദ് ബല്ലഗ റിസാല, അവിടുന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്ത് പൂർണ്ണമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. വഅദ്ദൽ അമാന, എന്തൊക്കെ അമാനത്താണോ ഏൽപ്പിച്ചത് അത് മുഴുവൻ പൂർത്തീകരിച്ചിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വനസഹൽ ഉമ്മ, ഉമ്മത്തിന് ഗുണകാംക്ഷയായിട്ടാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. എല്ലാവർക്കും ഗുണം ആഗ്രഹിച്ചു, ഗുണമുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. വജാഹദ ലില്ലാഹി ഹഖ്ക ജിഹാദി, എങ്ങനെയാണോ ജിഹാദ് ചെയ്യേണ്ടത് അതിന്റെ മുറപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലയളവിൽ ജിഹാദ് ചെയ്തു. നോക്കൂ, നമ്മളോട് ഈ ഉമ്മത്തിനോട് ഏറെ ആർദ്രതയും കാരുണ്യവും സ്നേഹവും വെച്ച് പുലർത്തിയ ആളായിരുന്നു നമ്മുടെ പ്രവാചകൻ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു ഹദീസിൽ കാണാൻ കഴിയും, മസലി വമസലുക്കും കമസലി റജുലിൻ, എന്റെ ഉദാഹരണം നിങ്ങളുടെ ഉദാഹരണം ഒരു മനുഷ്യന്റെ ഉദാഹരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉദാഹരണം നിങ്ങളുടെ ഉദാഹരണം ഒരു മനുഷ്യന്റെ ഉദാഹരണമാകുന്നു. എന്താണ് ആ മനുഷ്യന്റെ ഉദാഹരണം? ഔക്കദനാരൻ, ആ മനുഷ്യനിതാ തീ കത്തിക്കുകയാണ്. എന്തോ ഒരു ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അതെന്താണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത ഈയാമ്പാറ്റകളും വണ്ടുകളും ഒക്കെ ആ തീയിലേക്ക് ഇങ്ങനെ എടുത്തു ചാടുകയാണ്. അവർക്ക് ഇതെന്താണെന്ന് അറിയാവുന്ന ബുദ്ധിയില്ല. ഈ സമയത്ത് ആ മനുഷ്യനാ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഈ പാറ്റകളെയും വണ്ടുകളെയും അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും പലതും അദ്ദേഹത്തിന്റെ കൈവെട്ടിച്ചതിലേക്ക് വീഴുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅന ആഹിദും ബിഹുജ്സികും അനിന്നാർ, നരകത്തെ തൊട്ട് നിങ്ങളുടെ അരക്കെട്ടിന് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ അരക്കെട്ടിന് പിടിക്കുകയാണ് നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻതും തലതഫല്ലതൂന മിൻ യദി, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്ത് ഒരിക്കലും നരകത്തിന്റെ അവകാശികളാവരുത് എന്ന ജിജ്ഞാസയിൽ അഭിനിവേശത്തിൽ ജീവിച്ച ആളായിരുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് പറയുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ നമ്മൾ നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ആ ദൂതന്റെ പ്രത്യേകത എന്നോ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് ആ പ്രവാചകന് ദുസ്സഹമായ കാര്യമാണ്. ആ പ്രവാചകന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, തന്റെ ആളുകളോട്, വിശ്വാസികളോട് അങ്ങേയറ്റത്തെ കാരുണ്യവും ദയയുമുള്ളവനാണ് ആ പ്രവാചകൻ എന്ന് ഖുർആനിലെ ആയത്തിനോട് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന ഭൃത്യൻ, ഒരു ജൂതക്കുട്ടി നബിക്ക് വേണ്ടി എല്ലാ സേവനവും ചെയ്തു കൊടുത്തിരുന്നു. പ്രവാചകൻ wudu കൊടുക്കുമ്പോൾ wudu എടുക്കാൻ വെള്ളം എടുത്തു കൊടുക്കും. റസൂലുള്ളാഹിക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തിരുന്ന ഈ ജൂതക്കുട്ടി രോഗിയായി കിടക്കുന്ന വാർത്ത അറിഞ്ഞു. രോഗിയായത് അറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ഫദഖല അലൈഹി വഅബൂഹു ഖാഇദുൻ ഇൻദ റഅസിഹി, ഈ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ് രോഗാവസ്ഥയിൽ. ആ കുട്ടിയുടെ തൊട്ടടുത്ത് ആ കുട്ടിയുടെ ജൂതനായ ഉപ്പ ഇരിക്കുന്നുണ്ട്, പിതാവുണ്ട്. അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്റെ ഭൃത്യനായ ജൂത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിനോട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, കുൽ യാ ഉലാം കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കൂ, ഷഹാദത്ത് പ്രഖ്യാപിക്കൂ, മുസ്ലിം ആവൂ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടത്? ഫഖാല അബൂഹു അത്യ അബുൽ ഖാസിം. അപ്പൊ ഈ കുട്ടി മോനോട് പറഞ്ഞു, മോനെ അബുൽ ഖാസിമിനെ അനുസരിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോനാണ്, ചെറുപ്പത്തിൽ മരിച്ച മോനാണ് ഖാസിം.
ഖാസിമിന്റെ ഉപ്പയെ അനുസരിക്കൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ കുട്ടി പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹിയുടെ അശ്രുകണങ്ങൾ നിറഞ്ഞു, കണ്ണുകൾ നിറയുന്നു, താടിയിലൂടെ കണ്ണുനീരൊലിക്കുന്നു. റസൂലുള്ളാഹി അവിടെ വെച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹില്ലദീ അഖ്റജഹു മിനൻ നാർ. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നിനക്കാവുന്നു സർവ്വസ്തുതിയുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിക്കൂ, ഒരാളെ രക്ഷപ്പെടുത്താൻ, നരകത്തിന്റെ അഹലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത മറ്റൊരാളെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല, ലോകത്ത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിനെ അനുഗ്രഹിച്ചു. അല്ലാഹു ഖുർആൻ പറഞ്ഞത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. തീർച്ചയായും അല്ലാഹു വിശ്വാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? അവരിൽ നിന്നുള്ള ഒരു ദൂതനെ അവരിലേക്ക് അയച്ചു എന്നതാണ്. എന്താണ് ആ ദൂതന്റെ പ്രത്യേകത? എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിഹി. ആ പ്രവാചകൻ അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കൊടുക്കുകയാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ്. വഇൻ കാനൂ മിൻ ഖബലു ലഫീ ളലാലിൻ മുബീൻ. മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് കാരുണ്യമായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിയുക്തനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ജീവിതത്തിൽ എല്ലാം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. 1450 കൊല്ലം മുമ്പ് നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ, നമ്മളെ കാണണമെന്ന് കൊതിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം സ്നേഹമുണ്ട് നമ്മളോട്. നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അവിടെ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, വുദിത്തു അന്നി ലഖീതു ഇഖ്വാനി. റസൂലുള്ളാഹി തന്റെ സഹാബിമാരോട് പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു ഇഖ്വാന. പ്രവാചകൻ, ഞങ്ങളല്ല നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് കൂടെയുള്ള സഹാബത്ത് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ ബി വലം യറൗനി. എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണ് എന്റെ സഹോദരങ്ങൾ. നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ, അവരെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നബിയെ കണ്ടിട്ട് വിശ്വസിച്ചവരല്ല. നമ്മളാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഷഹാദത്ത് പ്രഖ്യാപിച്ചവരല്ല. അങ്ങനെ പ്രഖ്യാപിക്കാത്ത, കാണാതെ പ്രഖ്യാപിച്ച മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1450 കൊല്ലം മുമ്പ് ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ സ്നേഹവും ആ മഹബ്ബത്തും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് ആ പ്രവാചകൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടു നടക്കാൻ? നമ്മുടെ വീട്ടിന്റെ ഉള്ളറങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ ആ പ്രവാചകൻ ഉണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. നോക്കൂ, ആ പ്രവാചകൻ ഇന്നും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1450 കൊല്ലങ്ങൾക്കപ്പുറവും ഞാൻ പറഞ്ഞു, തൂലികയും പ്രസംഗവും എഴുത്തും കാർട്ടൂണും ഒക്കെ ആയിട്ട് ആ റസൂലുള്ളാഹിയെ ആളുകൾ മോശമായി ചിത്രീകരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് പോലും എക്സ് മുസ്ലിങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. മുസ്ലിങ്ങളായിട്ട് കുറെ കാലം ജീവിച്ച് മദ്രസകളിൽ പഠിച്ച് പള്ളികളിലൊക്കെ വന്നിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്ലാമിന്റെ വൈരികളായി, ബദ്ധവൈരികളായിട്ട്, ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ട് മാറി. അവർ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അഡ്രസ്സിൽ പ്രത്യേകമായ സംഘടനകൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് ഇന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്ന് പുറത്തുപോയ ആളുകളുണ്ട്. അതാണല്ലോ ഇപ്പൊ ഒരു 10-20 ദിവസങ്ങൾക്ക് അപ്പുറത്ത് ഈ ലണ്ടൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ലണ്ടനിലെ ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ഇടം. അവിടെ ഓരോരുത്തർക്കും വന്ന് അവരുടേത് പ്രസംഗിക്കാം. അവിടെ മിഷണറി പ്രവർത്തനം നടത്താൻ ആർക്കും പ്രസംഗിക്കാം. അവിടെ പ്രസംഗം നടത്തുന്ന ഒരു സദസ്സിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ് മുസ്ലിമായിട്ട് പുറത്തുപോയ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്നാൻ റഷീദ് എന്ന് പറയുന്ന വലിയ പ്രഭാഷകൻ. ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച പാകിസ്ഥാൻ പൗരനാണ് അദ്ദേഹം, വംശജനാണ്. ഇസ്ലാമിനെ കുറിച്ച് എന്തും പറയാൻ കഴിയും അദ്ദേഹത്തിന്. രണ്ടാമത്തേത് ബ്രദർ ഹാഷിം, അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. ബൈബിളിനെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ച അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് എവിടെയും ഉത്തരം പറയും.
ഇങ്ങനെയുള്ള ഒരു പ്രഭാഷണം നടക്കുന്നിടത്തേക്ക് ആരിഫ് ഹുസൈൻ ചെന്നിട്ട് പറയുന്ന ഒരു വർത്തമാനം, വിശുദ്ധ ഖുർആനിൽ സ്വന്തം പെൺമക്കളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് എന്നതാണ് അദ്ദേഹം ഈ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിടത്ത് അദ്നാൻ റഷീദിന്റെ മുമ്പിൽ പറയുന്ന വർത്തമാനം. അപ്പൊ അദ്നാൻ റഷീദ് എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ചു, എങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ ഏത് അധ്യായത്തിലാണ്? വിശുദ്ധ ഖുർആനിൽ ഏത് അധ്യായത്തിൽ എത്രാമത്തെ സൂക്തത്തിലാണ്? അദ്ദേഹം പറഞ്ഞു പെട്ടതുപോലെ കുറെ സമയം അവിടെ നിന്ന് വിയർത്ത് ഇന്റർനെറ്റ് മുഴുവൻ സെർച്ച് ചെയ്തിട്ടും അദ്ദേഹത്തിന് ആയത്തോ ഈ അധ്യായമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അദ്നാൻ റഷീദ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു. അതല്ല, ഖുർആൻ എന്താണ് പറഞ്ഞത്? ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും. ഒരാൾക്ക് ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത്, നിഷിദ്ധമാക്കിയത്? സ്വന്തം മാതാക്കളെ കല്യാണം കഴിക്കാൻ പാടില്ല, സ്വന്തം പെൺമക്കളെ പാടില്ല, സഹോദരിമാരെ പാടില്ല. അങ്ങനെ നീണ്ട നിര ഖുർആൻ അവിടെ പറയുന്നു. അദ്ദേഹം അവിടെ വിയർത്ത് ഇളഭ്യനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഒക്കെ ഇന്നും വിമർശിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് പോലും ആളുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. എന്ന് മാത്രമല്ല, ഈ വിമർശനങ്ങൾ അന്നും ഇതുണ്ടായിരുന്നു, റസൂലുള്ളാഹിയുടെ കാലത്തും ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്നത് വരെ 40 വരെ ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയെ പോലെ, കൃഷ്ണമണിയെ പോലെ അവര് ബഹുമാനിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. അല്ലമീനായിരുന്നു. 40-ൽ നുബുവത്ത് കിട്ടിയത് മുതൽ ഇവരൊക്കെ, ഈ ആളുകളൊക്കെ ശത്രുക്കളായി മാറി. വിശുദ്ധ ഖുർആനിൽ ഈ മൂന്നാമത് അവതരിച്ചത് ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂക്തങ്ങൾ അവതരിച്ചു. പിന്നെ അത് കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന ഏതാനും സൂക്തങ്ങൾ. പിന്നെ മൂന്നാമത്തെ സ്റ്റേജിൽ അവതരിച്ചത് വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ. പ്രവാചകരെ, താങ്കളുടെ കുടുംബത്തിന് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ ദീനും അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും തൗഹീദും ആദർശവും ശിർക്കും ഒക്കെ തന്റെ കുടുംബത്തിനാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാർ അബ്ദുമനാഫിന്റെ മക്കളെയും അബ്ദുൽ മുത്തലിബിന്റെയും ഹാഷിമിന്റെ ഒക്കെ മക്കളെ ഒരു ദിവസം വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്നാണ്. പക്ഷെ ഭക്ഷണം കഴിഞ്ഞപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കാരണവർ റസൂലുള്ളാഹിയുടെ മൂത്താപ്പ അബൂലഹബ് എണീറ്റ് പറഞ്ഞു, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി എല്ലാവർക്കും വീട്ടിലേക്ക് പിരിഞ്ഞു പോകാം. എല്ലാവരും അദ്ദേഹത്തെ കേട്ട് അനുസരിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടമായി. ഉദ്ദേശിച്ചത് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, ഇവർക്ക് കുടുംബക്കാർക്ക് ആദ്യം ഈ തൗഹീദും പരലോകമൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഇവരെ വിളിച്ചു വരുത്തി. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് അന്നും ഭക്ഷണം വിളമ്പി കഴിക്കാൻ തന്റെ കുടുംബക്കാർ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ എണീറ്റ് നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോട് പ്രസംഗം നടത്തി. ഹംദും സ്വലാത്തും ഒക്കെ തുടങ്ങി, തസ്ബീഹും തഹ്മീദും ഒക്കെ പറഞ്ഞിട്ട് തന്റെ പ്രഭാഷണം തുടങ്ങി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് വിശ്വാസത്തെ, ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും, ഒരു ദിവസം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് പോലെ നിങ്ങൾ മരിക്കും, ഒരു ദിവസം നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ നിങ്ങളെ പുനർജീവിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് സ്വർഗം സത്യമാണ്, നരകം സത്യമാണെന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം അവസാനിപ്പിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇവർ ഈ ഹംദും സ്വലാത്തും ഒന്നും അവർക്ക് പരിചയമില്ല. അവർക്കാകെ പരിചയമുള്ളത് ലാത്ത, ഉസ്സ, മനാത്ത ഇങ്ങനെയുള്ള കുറച്ച് വിഗ്രഹങ്ങളുടെ പേരുകളാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ഇരുന്നതോടുകൂടി അബൂലഹബ് ചാടി എണീറ്റു. അബൂലഹബ് പറഞ്ഞു, മുഹമ്മദ്, നിന്റെ ഈ ഓരോ ഇടപെടലിലും എനിക്ക് സംശയമുണ്ട്. ആദ്യ തവണ നീ കൊണ്ടുവന്നപ്പോ ഞാനത് ഇടപെട്ട് അത് നല്ല നിലക്ക് അവസാനിപ്പിച്ചു. ഇന്നും എനിക്ക് സംശയമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നീ എന്നെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് നീ പോകുന്ന വഴിയിലൊക്കെ ഞാൻ തടസ്സം സൃഷ്ടിക്കും. ഇതും പറഞ്ഞ് നീ പോകുന്നിടത്തൊക്കെ പ്രതിബന്ധമായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അബൂലഹബ് ഇരുന്നു. രണ്ടാമത്തെ മൂത്താപ്പ അബൂ ത്വാലിബ് എണീറ്റിട്ട് പറഞ്ഞു, മുഹമ്മദ്, നീ കൊണ്ടുവന്നത് വിശ്വസിക്കാൻ ഞാനില്ല, പക്ഷേ നീ പോകുന്ന വഴിയിൽ നിനക്ക് പിന്തുണയുമായിട്ട് ഞാനുണ്ടാവും, നിനക്ക് സഹായിയായിട്ട് ഞാനുണ്ടാവും. റസൂലുള്ളാഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു മൂത്താപ്പ എതിർക്കുമെന്ന് പറയുന്നു, ഒരു മൂത്താപ്പ സഹായിക്കുമെന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഏതാനും ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് യാ സബാഹ് എന്നിങ്ങനെ ഉറക്ക വിളിച്ചു. പ്രഭാതമേ പ്രഭാതമേ എന്ന് വിളിക്കുന്നത് അറബികളുടെ ഒരു രീതിയായിരുന്നു. ഏതെങ്കിലും ഒരു ശത്രുവിന്റെ എന്തെങ്കിലും ഒരു ഭീഷണി വന്നാൽ ഈ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഉറക്ക വിളിച്ചു പറയുമ്പോൾ ഈ കുടുംബക്കാരും ആളുകളൊക്കെ ഓടി വരും, എന്തോ ഒരു ആപത്തുണ്ടെന്ന് വിചാരിച്ച്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു,
അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ തന്റെ കുടുംബക്കാർ അബ്ദുമനാഫിന്റെയും അബ്ദുത്തലിബിന്റെയും ഹാഷിമിന്റെയും ഒക്കെ മക്കൾ വന്നു. ആ കൂട്ടത്തിൽ അബൂലഹബ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടുന്ന് തൗഹീദ് പറഞ്ഞു, ഷിർക്കിന്റെ ഗൗരവം പറഞ്ഞു, മരണത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് കഴിയേണ്ട മുറക്ക് കഴിഞ്ഞപ്പോ അബൂലഹബ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത്? എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് എല്ലാവരും ഇറങ്ങിപ്പോയി. ഒറ്റപ്പെട്ട അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ഒറ്റപ്പെട്ട ചിലർ മാത്രമാണ് ബാക്കി നിന്നത്. റസൂലുള്ളാഹി അവിടെയും വല്ലാത്ത വിഷമത്തിൽ. നമ്മൾ ആലോചിക്കും, ഈ ദീൻ തുടങ്ങുന്ന സമയത്ത് എത്രമാത്രം പ്രയാസങ്ങളാണ് നമ്മുടെ നേതാവ് അനുഭവിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ്. ഉടനെ തന്നെ അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മസ്ദ് എന്ന അധ്യായം ഇറങ്ങി. അത് അബൂലഹബിനെതിരിലും അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരിലുമായിരുന്നു. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ അധ്യായം, നമ്മൾ നമസ്കാരത്തിൽ വല്ലാതെയും ഓതുന്ന അധ്യായമാണ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ. അല്ലാഹ് പറയുകയാണ്, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു, അവൻ സമ്പാദിച്ചതൊന്നും അവൻ ഉപകാരപ്പെടുകയില്ല, അവനും അവന്റെ ഭാര്യയും നരകത്തിൽ കിടന്ന് എരിയുക തന്നെ ചെയ്യും. ഈ സൂറത്ത് ഇറങ്ങിയപ്പോ ചില ആളുകൾ അബൂലഹബിന്റെ മുമ്പ് പോയിട്ട് ഓതി കൊടുത്തു. അബൂലഹബിന്റെ മുമ്പിൽ ഓതിയതോടുകൂടി അദ്ദേഹത്തിന്റെ നില തെറ്റിപ്പോയി, മാനസിക നില തെറ്റിപ്പോയി. നമ്മൾ ആലോചിക്കും, ആരാണ് അദ്ദേഹം എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഉപ്പയില്ലല്ലോ. അബ്ദുള്ള ജനിക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു. അങ്ങനെ ഈ ആമിന ഗർഭം ചുമന്ന സമയത്ത് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ചുമന്ന സന്ദർഭത്തിൽ ആ വീടിന് കാവൽ നിന്ന ആളായിരുന്നു ഈ പറയുന്ന അബൂലഹബ്. കാരണം ഭർത്താവില്ല, ആരുമില്ലാത്തത് കൊണ്ട് വീടിന് കാവൽ നിന്ന് രാത്രിയിലൊക്കെ നിന്ന അദ്ദേഹം ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച ഉടനെ ആമിനയിൽ നിന്ന് ഈ കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങിയത് അദ്ദേഹമാണ്. കഅബയുടെ ചാരത്തുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സഹോദരന്റെ കുഞ്ഞിന് ഒരു പേരിടൂ എന്ന് പറഞ്ഞത് അബൂ ലഹബായിരുന്നു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന പേരിട്ടത്. ഇങ്ങനെയൊക്കെ ചെയ്ത ഈ വ്യക്തി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരിയായി മാറി. നമ്മൾ ആലോചിക്കും, അദ്ദേഹം ചെയ്തത് ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. ഉത്തുബയും ഉത്തൈബയും മുഅത്തബും 3 ആൺകുട്ടികളും 4ാമത്തേത് ദുർറ പെൺകുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാവുന്നതിന് മുമ്പ് ഖദീജ ബീവിയിൽ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് ഈ 2 ആൺകുട്ടികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹയെ ഉത്തുബ കല്യാണം കഴിച്ചു. അതേപോലെ തന്നെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ അവിടുന്ന് ഉത്തൈബ കല്യാണം കഴിച്ചു. ഈ സൂറത്ത് ഇറങ്ങിയപ്പോ അബൂലഹബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇനി ഒരിക്കലും ഒരു സെക്കൻഡ് പോലും മുഹമ്മദിന്റെ പെൺമക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ എന്റെ മരുമക്കളായിട്ടുണ്ടാവാൻ പാടില്ല. ഉത്തുബ ഉടനെ തന്നെ വിവാഹമോചനം നടത്തി മാന്യമായിട്ട് നബിയുടെ വീട്ടിൽ കൊണ്ടാക്കി പോന്നു. ഉത്തൈബയാണെങ്കിൽ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ വീട്ടിൽ കൊണ്ടാക്കിയത് മാത്രമല്ല, റസൂലുള്ളാഹിയെ കുറിച്ച് ചീത്ത പറഞ്ഞ് വിമർശിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. പ്രവാചകന്റെ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കൂ, നമ്മളാരെങ്കിലും ഈ ദീൻ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ഒരു സഹോദരിയെ, നമ്മുടെ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടാക്കിയാൽ, ഒരു സമയത്ത് വന്നാൽ ഒരു പിതാവിന്റെ വൈകാരികത എന്തായിരിക്കും? ഒരു മാതാവിന്റെ വികാരം എന്തായിരിക്കും? റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ഒരാളല്ല വരുന്നത്, 2 ആൾ, ഒന്നിച്ച് 2 പെൺമക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തലയിൽ തലോടിയിട്ട് പറഞ്ഞു, മക്കളെ, ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അല്ലാഹു നൽകും. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാം, റുഖിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവർ കുറച്ച് വർഷം കഴിഞ്ഞ് അസുഖം ബാധിച്ച് റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. പിന്നെ അവരൊക്കെ 2ാമത്തെ മകൾ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചു ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പേരിട്ട് വിളിച്ചു. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും ഒരു പരിഭവം, ഒരു സങ്കടം റസൂലുള്ളാഹി പറഞ്ഞില്ല. പടച്ചവനെ, എന്തിനാണ് എന്നെ ഇടങ്ങേറാക്കുന്നത്? എന്ത് കുറ്റമാണ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചെയ്തത്? എന്നെ ഇത്രമാത്രം പരീക്ഷിക്കാനെന്ന് ഒരു വാക്ക് പോലും റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. നമ്മൾ ആലോചിക്കും, ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു. അബുൽ ഖാസിം മരിച്ചു, അബ്ദുള്ള മരിച്ചു, ഇബ്രാഹിം മരിച്ചു. എല്ലാ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചപ്പോഴും റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും ഒരു സങ്കടം അള്ളാഹുവിന്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയില്ല, പറഞ്ഞില്ല. നമ്മൾ ആലോചിക്കേണ്ടത്,
ചരിത്രത്തിൽ കാണാൻ കഴിയും. അബൂലഹബ് പിന്നീട് വളരെ ദാരുണമായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ പഴുത്ത് ബദർ യുദ്ധശേഷം ബദറിലെ മുസ്ലിങ്ങൾ ജയിച്ച സങ്കടത്തിൽ അദ്ദേഹത്തിന് വിഷാദ രോഗം വന്ന് ശരീരമൊക്കെ പഴുത്ത് വ്രണമായി. അങ്ങനെ അദ്ദേഹം ഞെരുങ്ങി മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദുർഗന്ധം കാരണം മക്കൾ പോലും ആ ജനാസയെ കൈവിട്ടു. എന്നിട്ട് എത്തോപ്യക്കാരായ അടിമകൾക്ക് പണം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറടക്കിയത്. അദ്ദേഹത്തിന്റെ ഉത്തൈബ എന്ന് പറയുന്ന മകൻ റസൂലുള്ളാഹിയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിൽ ഇങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോ ഒരു സിംഹം ഗർജിച്ചു വന്ന് ഈ കൂട്ടത്തിൽ നിന്ന് ഉത്തൈബയെ മാത്രം തെരഞ്ഞെടുത്ത് കടിച്ചു കീറിയ മരുഭൂമിയിൽ കൊന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന്റെ ഒരു മറുവശത്തേക്ക് നമ്മൾ വരുമ്പോ ഒരു മറുവശം കൂടി ചേർത്ത് പറയട്ടെ. ഇവരുടെ കാലശേഷം അബൂലഹബ് മരിച്ചു. ഭാര്യയുടെയൊക്കെ കാലശേഷം പിന്നെ ഈ 3 മക്കളും ഇസ്ലാം സ്വീകരിച്ചു. ഒന്നാമത്തെ മകൻ ഉത്തുബ ഇസ്ലാം സ്വീകരിച്ചു. മൂന്നാമത്തെ മകൻ മുഅത്തബ് ഇസ്ലാം സ്വീകരിച്ചു. 4ാമത്തെ മകൾ ദുർറ ഇസ്ലാം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കൂ, ഇവരും ഇനി ഓതണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മസദ്. ഇവരും ഈ സൂറത്ത് ഓതണം, നമസ്കാരത്തിൽ ഓതണം, അല്ലാതെ ഓതണം. എന്താണ് ഇവർ ഓതുന്നത്? ഞങ്ങളുടെ ഉപ്പ നശിച്ചിരിക്കുന്നു, ഉമ്മ നശിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് ഇവരെ കൊണ്ടും ഓതിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ഒരു മാധുര്യം, ഇസ്ലാമിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാതൃകയാണ്. അതുമായി ബന്ധപ്പെട്ട അടുത്ത ഹുതുബകളിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുവാനുള്ള അവിടുത്തെ ചരിത്രവും അവിടുത്തെ ജീവിത ദർശനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും അവിടെയുള്ള സ്നേഹവും ഒക്കെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അത്തരത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിഞ്ഞ് അവിടത്തോടുള്ള സ്നേഹം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടേക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവും. അത്തരത്തിൽ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മുത്തഖികളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു തഖ്വയുള്ളവരാവാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ തന്റെ സഹജീവികളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതൊക്കെ അകറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും അതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മളുള്ള സമയമെന്ന് പറയുന്നത് മഴക്കെടുതിയും അതിന്റെ ഭാഗമായിട്ടുള്ള ധാരാളക്കണക്കിന് നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കോട്ടയം ജില്ല പോലെ, ഇടുക്കി ജില്ല പോലെ, ഉത്തരേന്ത്യയിലും ആസാമിലും ഒക്കെ ഇത്തരത്തിലുള്ള കെടുതികളും ആളപായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മാതൃകകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തുൻ മിൻ ഖുർബദ് ദുനിയ. ദുനിയാവിൽ ഒരാളുടെ ഒരു ദുരിതം മാറ്റിക്കൊടുക്കാൻ ഒരു വിശ്വാസി പരിശ്രമിച്ചാൽ നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തുൻ മിൻ ഖുർബി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അവിടെ പലതും നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, അതേപോലെ മരുന്ന് തുടങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റുമൊക്കെ വീടുകളൊക്കെ ഉണ്ടായിട്ടും അവിടെയൊക്കെ വെള്ളം കയറി അവിടെയൊക്കെ കേടുപാടുകൾ ഉണ്ടായിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ട്. അവിടത്തേക്കൊക്കെ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നമ്മുടെ സഹജീവികളോട് നമ്മൾ ചെയ്യേണ്ടുന്ന. അതുകൊണ്ട് തന്നെ നമ്മുടെ KNM ഇന്ന് എല്ലാ പള്ളികളിലും അതിനു വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലും ആ ഫണ്ട് ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ മൊയ്തുക്ക അത് ഏറ്റുവാങ്ങും. ആളുകളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി
ആ വിഷയത്തിൽ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകളിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖും നിഅമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പുലത്തിൽ മമ്മൂ സാഹിബ്, അതോടൊപ്പം തന്നെ പയ്യോളി മടിയേരി അഹമ്മദ് മാഷിന്റെ ചെറുമകൻ നസീഹ് തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരു കഴിഞ്ഞു കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും അതേപോലെ തന്നെ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ ആയിട്ട് പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, വേദനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫയും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവർക്കും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഭാര്യാസന്താനങ്ങൾക്കും രക്ഷയും കാവലും നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിനൊപ്പം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്